SSLC ഫിസിക്സിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്: ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റും ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റും. ലൈറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു ബൾബ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മളതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ആ ബൾബിലൂടെ വൈദ്യുതി നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് എന്താണ്, ലൈറ്റ് കിട്ടും അല്ലേ? അവിടെ വെളിച്ചം ഉണ്ടാകും. അതെന്തുകൊണ്ടാണ്? ആ ഇലക്ട്രിക്കൽ എനർജി, ആ വൈദ്യുതി ഊർജം എന്താണ്, ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ലൈറ്റ് എനർജി, ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് പറയുന്ന സമയത്ത് ഒരുപാട് ടൈപ്പിലുള്ള ലാംപ്സ്, ബൾബ്സൊക്കെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഡിസ്ചാർജ് ലാമ്പ്, ഇൻകാൻസെൻ്റ് ലാമ്പ്, LED, ഇങ്ങനെ ഒരുപാട് ടൈപ്പിലുള്ള ബൾബ്സും അവരുടെ അഡ്വാൻറ്റേജസും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഡിസ്ചാർജ് ലാമ്പിൻ്റെ വർക്കിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എപ്പോഴും പ്രീവിയസ് ഇയറിലൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ നെക്സ്റ്റ് ഒരു പാർട്ട് എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് ആണ്. നമ്മളൊരു കണ്ടക്ടറിലൂടെ വൈദ്യുതി പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, അതിനെ സ്വാധീനിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് അല്ലേ, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്, എന്തെങ്കിലും കുറച്ച് ഘടകങ്ങൾ അവിടെ ഉണ്ടാകും. ആ ഒരു രീതിയിലുള്ള അന്വേഷണം നേരെ ചെന്നെത്തിച്ചത് എവിടെയാണ്? നമ്മുടെ ജൂൾസ് ലോയിലേക്കാണ്. അപ്പോൾ നമ്മളവിടെ ജൂൾസ് ലോ പഠിക്കുന്നുണ്ട്, അതിൻ്റെ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. നമ്മുടെ ജൂൾസ് ലോ പറയുന്നത് എന്താണ്? ഒരു കണ്ടക്ടറിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്തിനായിട്ട് കണക്റ്റഡ് ആണ്, അതെന്തിനായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. സ്ക്വയർ ഓഫ് ഇലക്ട്രിക് കറൻറ്റ്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ, അതുപോലെ ടൈമും അല്ലേ? ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മളെ ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത് റെസിസ്റ്റൻസിനോടും കറൻറ്റിനോടും ടൈമിനോടും ഒക്കെ അതിനോടെല്ലാം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്ന സമയത്ത് ആ കണ്ടക്ടറിലെ റെസിസ്റ്റേഴ്സ് എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യണം എന്നുള്ളതും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ എ സർക്യൂട്ട് എന്നുള്ള പോർഷൻ നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കവിടെ രണ്ട് ടൈപ്പ് കണക്ഷൻ കാണാം: സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും. നമ്മുടെ സീരീസിലും പാരലൽ കണക്ഷനിലും എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ് കാണുന്നത്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുക എന്നുള്ളത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മൾ സീരീസിൽ എങ്ങനെ റെസിസ്റ്റൻസ് കാണും, എഫക്റ്റീവ് റെസിസ്റ്റൻസ്, പാരലൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കാണും, ഇത്തരത്തിലുള്ള പ്രോബ്ലംസും നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. സോ ഇന്നത്തെ റൈറ്റ് ബോർഡിൻ്റെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ SSLC ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് 1 by 1 ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടേംസ് ഇൻ ദി ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ഇവിടെ എന്താണ്, രണ്ട് റിലേഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മളോട് ഫസ്റ്റ് അവർ തന്നിട്ടുണ്ട് ഫസ്റ്റത്തെ പെയർ, രണ്ടാമത്തെ പെയർ നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, ഇൻകാൻസെൻ്റ് ലാമ്പ് ടങ്സ്റ്റൺ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണെടാ, ഹീറ്റിംഗ് കോയിൽ ഓഫ് ഹീറ്റിംഗ് അപ്ലയൻസസ് ആണ്. അപ്പോൾ ഇൻകാൻസെൻ്റ് ലാമ്പ് ടങ്സ്റ്റൺ. അപ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മുടെ പേജ് നമ്പർ 23 ഒരു ബോക്സിൽ എന്താണ്, നമ്മുടെ ഇൻകാൻസെൻ്റ് ലാമ്പിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ തന്നെ ഉണ്ട്. അവിടെ പറയുന്നുണ്ട് നമ്മുടെ ഇൻകാൻസെൻ്റ് ലാമ്പിൽ ഫിലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ്, ടങ്സ്റ്റനെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, അടുത്ത റിലേഷനിൽ ഹീറ്റിംഗ് കോയിലിൽ ആരെയാണ് നമ്മൾ ഫിലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന്. ഹീറ്റിംഗ് കോയിൽ നമ്മൾ ആരെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ നിക്രോം ആണ്. അപ്പോൾ നമ്മൾ നിക്രോം എന്നുള്ളത് എഴുതിയാൽ മതി. ഇനി നമുക്ക് ഈ ടോപ്പിക്കിൽ തന്നെ വേറൊരു തരത്തിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇതിൽ നിന്ന് തന്നെ വേറെ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതെങ്ങനെയെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആസ് ഫിലമെൻറ്റ് ഇൻ ഇൻകാൻസെൻ്റ് ലാമ്പ്. ഇൻകാൻസെൻ്റ് ലാമ്പിൽ ഫിലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണെന്ന് അത് നമ്മൾ പറഞ്ഞു, നമ്മുടെ ടങ്സ്റ്റൺ ആണെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദി മെറ്റീരിയൽ യൂസ്ഡ് ആസ് ഫിലമെൻറ്റ്. നമ്മുടെ ടങ്സ്റ്റൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ടങ്സ്റ്റനെ നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് അവർ ചോദിച്ചിട്ടുണ്ട്.
അതെന്താണ്? ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, ഹൈ ഡക്റ്റിലിറ്റി, ഹൈ റെസിസ്റ്റിവിറ്റി അല്ലേ? നമ്മുടെ ടങ്സ്റ്റൺ എന്താണ്? ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട്. ഡക്റ്റിലിറ്റി എന്നുള്ള പ്രോപ്പർട്ടിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നേർത്ത കമ്പികളാക്കാൻ കഴിയും എന്നുള്ളതാണ്. നേർത്ത കമ്പികളാക്കിയാലുള്ളൂ നമുക്ക് എന്താണ് അതിൻ്റെ ഉള്ളിൽ അതിനെ യൂസ് ചെയ്യാൻ കഴിയുക. പിന്നെ എന്താണ്? മെൽറ്റിംഗ് പോയിൻ്റ് എന്താണ്? ഭയങ്കര കൂടുതലായിരിക്കും. റെസിസ്റ്റിവിറ്റി ഉണ്ടാകും. പിന്നെ അവിടെ വേറൊരു പ്രോപ്പർട്ടിയും കൂടെ കൊടുത്തിട്ടുണ്ട്, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. എന്താണ്? നമുക്ക് വൈറ്റ് ലൈറ്റിന് എമിറ്റ് ചെയ്യാൻ കഴിയുമെന്ന്. അത് നമ്മുടെ ടങ്സ്റ്റൻ്റെ മാത്രം ഒരു പ്രത്യേകം വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. ഇനി അവിടെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, വൈ ദീസ് ലാംപ്സ് ആർ ഫില്ലഡ് വിത്ത് നൈട്രജൻ. നമ്മൾ ഈ ലാംപ്സിൽ നൈട്രജൻ ഗ്യാസിനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് നൈട്രജനെ ഫില്ല് ചെയ്യുന്നത് എന്നാണ്. ടു റെഡ്യൂസ് വേപ്പറൈസേഷൻ. ഇതൊക്കെ നമ്മുടെ ബോക്സിൽ അതുപോലെ കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്സിൽ നിന്നൊക്കെ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. Writing a two characteristic property of the material used as heating coil in heating devices. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഹീറ്റിംഗ് കോയിലിൽ നമ്മൾ ആരെ യൂസ് ചെയ്യും? ഫിലമെൻ്റായിട്ട് നിക്രോമിന്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണെടാ, നിക്രോമിന് നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന്. അതിനുള്ള 2 കാരണങ്ങൾ എന്തൊക്കെയാണ്? ഹൈ മെൽറ്റിംഗ് പോയിൻറ്റും ഹൈ റെസിസ്റ്റിവിറ്റിയും. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഹീറ്റിംഗ് കോയിലിൽ നമ്മൾ ആരെയാണ് ഫിലമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്? നിക്രോമിനെയാണ്. പിന്നെ നമ്മുടെ ഇൻകാൻസൽ ലാമ്പിൽ നമ്മൾ ആരെയാണ് യൂസ് ചെയ്യുന്നത്? ടങ്സ്റ്റനെയാണ്. അപ്പോൾ രണ്ടിനും എന്താണ്? ടങ്സ്റ്റനെ യൂസ് ചെയ്യാനും നിക്രോമിനെ യൂസ് ചെയ്യാനും എന്താണ്? സ്പെസിഫിക് റീസൺസും ഉണ്ട്. അതെന്തായാലും എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഡിസ്ചാർജ് ലാമ്പ്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഡിസ്ചാർജ് ലാമ്പ് അല്ലാത്തത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ് ആൻഡ് LED ലാമ്പ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ പേജ് നമ്പർ 24 4 ലാമ്പിൻ്റെ ഫോട്ടോസും പിന്നെ ഡിസ്ചാർജ് ലാമ്പ് എന്നൊരു ഹെഡിങ്ങും അവിടെ ഉണ്ട്. അതിലെന്താണ് 4 ലാമ്പ്സ് അതിൽ കൊടുത്തത് ആരൊക്കെയായിരുന്നു? നമ്മുടെ സോഡിയം വേപ്പർ ലാമ്പ് ഉണ്ട്, എന്താണ് അതിലുണ്ട്. ആർക്ക് ലാമ്പ് എന്താണ് അതുമുണ്ട്. പിന്നെ ഫ്ലൂറസൻ ലാമ്പും ഉണ്ട്. പിന്നെ LED ലാമ്പ് നമ്മുടെ ഡിസ്ചാർജ് ലാമ്പിൽ ഉണ്ടോടാ? ഇല്ല. അതെന്താണ്? വേറെ തന്നെയാണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആണ് നമ്മുടെ LED ലാമ്പ് അല്ലേ? ഇതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് LED പകരം എന്താണ് ഇൻകാൻസൽ ലാമ്പ് തരാം. അപ്പോൾ അതും എന്താണ് ഒരു ഡിസ്ചാർജ് ലാമ്പ് ആണോ എന്ന് ചോദിച്ചാൽ അതും എന്താണ് നമുക്ക് ഓഡ് വൺ ഔട്ടായിട്ട് നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ കഴിയും. ഇനി നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ചാർജ് ലാമ്പിൻ്റെ വർക്കിംഗ്. അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് ലാമ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇൻകാൻസൽ ലാമ്പിലൊക്കെ എന്താണ് നമ്മൾ ഫിലമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ നമ്മുടെ ഡിസ്ചാർജ് ലാമ്പിൽ എന്താണ് ഫിലമെൻ്റ് ഒന്നുമില്ല. അതിലെന്താണ് 2 ഇലക്ട്രോഡ്സ് ആണുള്ളത്. ഈ ഇലക്ട്രോഡ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ഈ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്ചാർജ് ലാമ്പിൽ എന്താണ് ഗ്യാസ് നിറച്ചിട്ടുണ്ടാവും. ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്താവും? ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് പോകും. ഹൈ എനർജി സ്റ്റേറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവരെന്താണ് അവർ നമ്മൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു നല്ല എനർജി സ്റ്റേറ്റിലേക്കൊക്കെ പോയാലും ഇത് അവർക്ക് വലിയ സുഖമില്ലാത്തൊരു പരിപാടിയാണ്. അവർക്ക് ഹൈ എനർജി സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ എന്താണ് അവർക്ക് എന്താണ് അത് കംഫർട്ടബിൾ അല്ല. അവരവിടെ അൺസ്റ്റേബിളാണ്. അങ്ങനെ അൺസ്റ്റേബിളായി നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരേണ്ടി വരും അല്ലേ? അതേപോലെ തന്നെ ഇവർക്കും എന്താണ് ഹൈ എനർജി സ്റ്റേറ്റിൽ പോയാലും ലാസ്റ്റ് ഇവരുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ഇവരുടെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തന്നെ ഇവർക്ക് വരേണ്ടി വരും. അപ്പോഴേ ഇവർ സ്റ്റേബിൾ ആവുള്ളൂ. അങ്ങനെ ഹൈ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഇവർക്ക് പിന്നെയും ഈ ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയ എനർജിയൊക്കെ എന്താണ് അവർക്ക് എമിറ്റ് ചെയ്യണ്ടേ? അവർക്കത് പുറന്തള്ളണ്ടേ? അപ്പോൾ അവർ ഏത് രീതിയിലാണ് എമിറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയോ? ദേ എമിറ്റ് ദിസ് എനർജി ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. അവരെന്താണ് ഈ എനർജി എമിറ്റ് ചെയ്യുക ലൈറ്റിൻ്റെ ഫോമിലാണ്. പിന്നെ നമ്മൾ ലൈറ്റ് റേഡിയേഷൻസ് അവർ എമിറ്റ് ചെയ്യുന്നതിൻ്റെ കളറും അത് ഒക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും? നമ്മൾ ഏത് ടൈപ്പ് ഗ്യാസ് ആണോ ആ ഡിസ്ചാർജ് ലാമ്പിൽ ഫില്ല് ചെയ്തിട്ടുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വർക്കിംഗ് ഓഫ് ഡിസ്ചാർജ് ലാമ്പ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിസ്ചാർജ് ലാമ്പ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ വർക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ എന്ത് പഠിക്കുക? ഏതൊക്കെയാണ് ഡിസ്ചാർജ് ലാമ്പ് എന്നുള്ളത്. നമ്മുടെ ഫ്ലൂറസൻ ലാമ്പ്, CFL, ആർക്ക് ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ്, ഇവരും 4 പേരാണ് നമുക്ക് മെൻഷൻ ചെയ്തിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഇതിൽ നമ്മുടെ LED ഇൻകാൻസൽ ലാമ്പ് എന്താണ് അവരൊന്നും ഡിസ്ചാർജ് ലാമ്പ് അല്ല. ഈ പോയിൻറ്റ്സ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക കേട്ടോ.
എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവല്ലേ. An incandescent lamp bears the marking 200 volt and 100 volt. 200 volt and 100 watt. What does 100 watt indicate? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ആ 100 വാട്ട് എന്നുള്ളതുകൊണ്ട് എന്താണ് അവിടെ അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഈ വാട്ട് എന്നുള്ളത് എന്തിൻ്റെ യൂണിറ്റാണ്? അത് പവറിൻ്റെ യൂണിറ്റാണ് അല്ലേ. അപ്പോൾ 100 വാട്ട് എന്നുള്ളത് എന്താണ്, നമ്മൾ 200 വോട്ട് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ബൾബിലുണ്ടാവുന്ന മാക്സിമം പവറാണ് 100 വാട്ട് എന്നുള്ളതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളോട് അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ഇറ്റ്സ് ഫിലമെൻറ്റ്. റെസിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ ഹീറ്റ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കവിടെ ആരൊക്കെയാണ് തന്നിട്ടുള്ളത് എന്ന് നോക്കുക. നമുക്കവിടെ ഗിവൺ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇവിടെ ആരൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, വോൾട്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, പിന്നെന്താണ് പവറും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വി ഉണ്ട്, അതുപോലെ തന്നെ പി ഉണ്ട്. നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ആരെയാണ്, ആറാണ്, നമ്മുടെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വോൾട്ടും പവറും ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കാണും, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇക്വേഷൻ R = V² / P എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 200 × 200 / 100 ചെയ്യുക. അതിൽ 2 സീറോസ് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും കട്ട് ചെയ്ത് പോയാൽ നമുക്ക് 200 × 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 400 Ohm. എപ്പോഴും നിങ്ങൾ തെറ്റിപ്പോകുന്നൊരു ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ആൻസർ എഴുതും, പക്ഷേ യൂണിറ്റ് എഴുതാൻ മറക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്താണ് മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട പോയിൻ്റ് എന്താണ്, റെസിസ്റ്റൻസ് ചോദിച്ചാൽ ഹോം എഴുതാനും, കറൻറ്റ് ചോദിച്ചാൽ ആംബിയർ എഴുതാനും, പവർ ചോദിച്ചാൽ വാട്ട് എഴുതാനും എപ്പോഴും നിങ്ങളത് മൈൻഡിൽ കീപ്പ് ചെയ്യണം. ആ ഒരു യൂണിറ്റ് എഴുതിയിട്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ എന്താണ് ഈ പോയിൻറ്റ്സ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അവിടെയും ഇവിടെ എല്ലാ ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ എന്താണ് കുറച്ചുകൂടി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താണ് മാർക്സ് നഷ്ടപ്പെടില്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുകയല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അവിടെ 2 സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഒബ്സർവ് ദി ഗിവൺ സർക്യൂട്ട്സ്. 2 സർക്യൂട്ട് തന്നിട്ടുണ്ട്. സർക്യൂട്ട് എ ഉണ്ട്, ബി ഉണ്ട്. ഇവരെ കണ്ടാൽ തന്നെ നമുക്കറിയാം, ഒന്നെന്താണ് സർക്യൂട്ട് എ പാരലൽ കണക്ഷനാണ്, രണ്ടാമത്തേത് എന്താണ് സീരീസ് കണക്ഷനുമാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റിസൾട്ടൻറ്റ് റെസിസ്റ്റൻസ് കണ്ടെത്താനാണ്. നമ്മൾ പാരലൽ കണക്ഷനിലെയും സീരീസ് കണക്ഷനിലെയും റിസൾട്ടൻറ്റ് റെസിസ്റ്റൻസ് പഠിച്ചതാണ്. നമ്മൾ സീരീസിൽ നമ്മൾ എന്താ ചെയ്യുക, 2 റെസിസ്റ്റൻസിനെയും ആഡ് ചെയ്യും അല്ലേ. നമുക്ക് 2 റെസിസ്റ്റൻസ് ആണോ, അവിടെ എത്ര റെസിസ്റ്റൻസ് ആണുള്ളത് അതിനെ എല്ലാം എന്താണ് ടോട്ടലി നമ്മൾ സം ചെയ്യുകയാണ് ചെയ്യുക, ടോട്ടലി ആഡ് ചെയ്യും. പക്ഷേ നമ്മൾ ഇതിൻ്റെ കേസിൽ എന്ത് ചെയ്യും, നമ്മുടെ 2 റെസിസ്റ്റൻസ് ആണുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ പാരലൽ കണക്ഷനിൽ എന്ത് ചെയ്യും, R1 × R2 / R1 + R2 എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫിഗർ എയിൽ സർക്യൂട്ട് എയിൽ എന്ത് കിട്ടും, 6 × 6 / 6 + 6, അപ്പോൾ 36 / 12. അത് നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 Ohm എന്ന് കിട്ടും. മറക്കരുത്, യൂണിറ്റ് എഴുതാൻ മറക്കരുത് കേട്ടോ. പിന്നെ സെക്കൻഡ് സർക്യൂട്ട് ബിയിൽ എന്താണ്, ഈസിയാണ് അല്ലേ. 2 റെസിസ്റ്റൻസ് ഉണ്ട്, രണ്ടും 6 Ohm ആണ്. സോ 6 + 6 എന്താണ് 12 ആണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, 12 Ohm എന്നുള്ളത് എപ്പോഴും എഴുതണം. അപ്പോൾ നിങ്ങൾ നോക്ക്, രണ്ടിലും കൊടുത്ത റെസിസ്റ്റൻസ് എന്താണ്, സെയിം ആണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് റെസിസ്റ്റൻസ് ഏതിലാണ് കൂടുതൽ, അത് നമ്മുടെ സീരീസിലാണ് കൂടുതൽ. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറൻറ്റ് ഇൻ ദി സർക്യൂട്ട് എ. നമ്മളോട് എന്താണ് സർക്യൂട്ട് എയിലെ കറൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് I = V/R ആണ്. I = V/R ആണെന്നുണ്ടെങ്കിൽ വി എവിടെ എത്രയാണ്, 12 വോൾട്ട് ആണ്. R നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു 3 ആണ്. സോ 12/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആംബിയർ എഴുതണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട് ഇഫ് കറൻറ്റ് ഫ്ലോസ് ഫോർ 30 മിനിറ്റ്സ്. എന്താണ് നമ്മളോട് ഹീറ്റ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹീറ്റ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ വേറൊരു ഡീറ്റെയിലും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. വേറൊരു കാര്യം അവർ പറഞ്ഞിട്ടുള്ളത് എന്താ, 30 മിനിറ്റ്സ്. ദാറ്റ് മീൻസ് ടൈം ഈസ് ഗിവൺ ദർ. നമുക്ക് ടൈമുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, വോൾട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുക, നമ്മൾ എന്താണ് ഹീറ്റ് എനർജി കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറേ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ ഡീറ്റെയിലാണ് തന്നിട്ടുള്ളത് നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം. അപ്പോൾ ഇവിടെ വോൾട്ടേജും
ടൈമും റെസിസ്റ്റൻസും ഉണ്ടെങ്കിൽ നമ്മൾ ഹീറ്റിൻ്റെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? H=V²T/R. ആ ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ H=V²T/R എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12² × 30 × 60 /12 എന്ന് ചെയ്യാം. നിങ്ങൾ എപ്പോഴും കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ ആലോചിക്കണം, നിങ്ങൾ എന്താണ് ആ ചെയ്യുന്ന കാൽക്കുലേഷൻ ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് ആക്കാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. എപ്പോഴും അതിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട് ചെയ്യുന്ന രീതിയിലാക്കണം. എന്നാലുള്ളൂ നമ്മുടെ കുറേ ടൈം അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യും. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള ടൈമാണ് അവിടെ പോകുന്നത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള ഒരു 12 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ നമുക്ക് സീറോസ് ആണുള്ളത് 30 × 60, അപ്പോൾ 3 × 6 ചെയ്യാം. ദാറ്റ് മീൻസ് 18. പിന്നെ നമുക്ക് 2 0 ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളൊരു 12 കൊണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ മതി. ആ തരത്തിൽ നിങ്ങൾ എന്താണ് പെട്ടെന്ന് ഇക്വേഷൻസ് പെട്ടെന്ന് ചെയ്തിട്ട് ടൈം അധികം കളയാതെ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്താണ് 21,600 ജൂൾ എന്നുള്ള ആൻസറിലേക്കാണ് നമ്മൾ എത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 10th ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Usually, we connect resistors in series and parallel. In which type of connection does the resultant resistance of the circuit decreases? നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് സീരീസും പാരലലും ആയിട്ടാണ് യൂഷ്വലി നമ്മൾ എന്താണ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യാറുള്ളത്. ഇതിൽ ഏത് രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ റിസൾട്ടൻറ്റ് റെസിസ്റ്റൻസ് കുറയുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, നമ്മളൊരു ക്വസ്റ്റ്യനിൽ 6 ഓം എടുത്ത സമയത്ത് ഏതിലാണ് നമ്മുടെ പാരലൽ കണക്ഷനിൽ എന്താണ് റെസിസ്റ്റൻസ് നമുക്ക് 3 ഓം കിട്ടിയ സമയത്ത് നമുക്ക് സീരീസിൽ എന്തായി അത് 12 ഓം കിട്ടി. അപ്പോൾ നമ്മുടെ പാരലൽ കണക്ഷനിൽ എന്താണിടാ എപ്പോഴും റിസൾട്ടൻറ്റ് റെസിസ്റ്റൻസ് കുറയും. ഇനി അടുത്ത ക്വസ്റ്റ്യന് ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ആലോചിക്കണം. പാരലൽ കണക്ഷൻ എങ്ങനെയാണ് റിസൾട്ടൻറ്റ് റെസിസ്റ്റൻസ് കുറയുന്നത് എന്നുള്ളത്. അത് നമ്മൾ ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ 2 റെസിസ്റ്റൻസാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ R1 × R2 /R1 + R2 നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിവിഷനും കൂടെ ചെയ്യുന്നുണ്ട് ആ കിട്ടിയ വാല്യൂവിനെ. പക്ഷേ സീരീസിൽ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് എത്ര റെസിസ്റ്റൻസ് ആണോ ഉള്ളത് അവരെ എല്ലാം നമ്മൾ എന്താണ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സീരീസിൽ റെസിസ്റ്റൻസ് കൂടുന്നതും പാരലലിൽ അത് കുറയുന്നതും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 resistors of 100 ohm are connected in series with a 250 volt supply. Calculate the heat energy produced when current flows through it for 2 seconds. നമുക്ക് ഇവിടെ നമുക്ക് റെസിസ്റ്റൻസും വോൾട്ടേജും പിന്നെ ടൈമുമാണ് തന്നിട്ടുള്ളത്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഹീറ്റ് എനർജിയാണ്. നമ്മൾ നേരത്തെ ചെയ്തത് അതേപോലെ തന്നെ V²T/R എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ടൈം എന്താണ് സെക്കൻഡ്സിലാണ്. അതുകൊണ്ട് നമുക്കത് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തായിരുന്നു അത് മിനിറ്റ്സിലായിരുന്നു. മിനിറ്റ്സിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ×60 ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത് സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. എപ്പോഴും അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഇക്വേഷൻസിൽ വാല്യൂസ് കൊടുക്കാൻ. നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് V²T/R എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റിൽ കിട്ടാൻ പോകുന്ന ആൻസർ എന്താണ്? 625 ജൂളാണ്. ഇനി നിങ്ങളോട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് വെദർ ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ഇഫ് ദീസ് റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ ഇൻ ദി സെയിം സർക്യൂട്ട് വിത്ത് 250 വോൾട്ട് സപ്ലൈ. ജസ്റ്റിഫൈ യുവർ ആൻസർ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഹീറ്റിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ചെയ്യാനാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ റെസിസ്റ്റേഴ്സിനെ പാരലലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ ക്വാണ്ടിറ്റി കൂടുകയാണോ അല്ലെങ്കിൽ കുറയാണോ ചെയ്യാന്ന്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ഓരോ ഇക്വേഷൻസും വെച്ചിട്ട് വേണം ആലോചിക്കാൻ. ഇപ്പം നമ്മളെന്താണ് പാരലൽ കണക്ഷൻ്റെ കേസിൽ റിസൾട്ടൻറ്റ് റെസിസ്റ്റൻസ് എന്താണ് അത് കുറയും നമുക്കറിയാം. അപ്പോൾ ഇവിടെ എന്താണ് R കുറയും. R കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് R = V/I ആണ്. R = V/I ആണെങ്കിൽ എന്താണ് നമ്മുടെ റെസിസ്റ്റൻസും കറൻറ്റും എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാണ്. അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറൻറ്റ് കൂടും. അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് ഡിക്രീസസ് ദെൻ കറൻറ്റ് ഇൻക്രീസസ്. ഇനി കറൻറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? H = I² RT ആണ്.
നമ്മുടെ ഹീറ്റ് എനർജിയും കറൻറ്റും എന്താണ്, ദേ ആർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. കറൻറ്റ് കൂടിക്കഴിഞ്ഞാൽ ഹീറ്റ് കൂടും അല്ലേ? അപ്പോൾ നമ്മുടെ കറൻറ്റ് ഇവിടെ കൂടിക്കഴിഞ്ഞു, അപ്പോൾ എന്ത് ചെയ്യും, ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യുന്ന എന്താവും, കൂടും. അപ്പോൾ നിങ്ങളിത് എങ്ങനെ എഴുതണം? വെൻ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ്, hence the current increases. As current increases, heat produced also increases. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. റൈറ്റ് ദി എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി ഗിവൺ ഡിവൈസസ്. നിങ്ങൾക്ക് അവിടെ 2 ഡിവൈസ് തന്നിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന എനർജി ചേഞ്ചാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്, ഇൻകാൻസെൻ്റ് ലാമ്പാണ്. നെക്സ്റ്റ് വൺ എന്താണ്, ഇലക്ട്രിക് മിക്സിയാണ്. അപ്പോൾ രണ്ടിനും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് ആലോചിക്കുക. ഇൻകാൻസെൻ്റ് ലാമ്പിൽ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് ലൈറ്റാണ് ലാസ്റ്റ് കിട്ടുന്ന ആൾ. അപ്പോൾ എന്തായിരിക്കും, നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് അവിടെ കത്തുകയാണ്. സോ ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ടു ലൈറ്റ് എനർജി. നിങ്ങളിത് കാണാണ്ട് പഠിക്കുന്നതിന് പകരം എപ്പോഴും കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ അടുത്ത ആൾ ഇലക്ട്രിക് മിക്സി. നമ്മൾ എന്താണ്, അവിടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, ആ മിക്സി അവിടെ വർക്ക് ചെയ്യാണ് അല്ലേ, അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മെക്കാനിക്സ് കൊണ്ട് അത് വർക്ക് ചെയ്യാണ്. സോ ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ എനർജി. അങ്ങനെ ആലോചിക്കുക. ഇനി നമുക്കെന്താണ് 2 ക്വസ്റ്റ്യൻസിനെ കണക്ട് ചെയ്തിട്ട് പഠിക്കാം. നിങ്ങൾക്ക് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ 2 ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ എന്താണ്, റൈറ്റ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഡിസ്ചാർജ് ലാമ്പ് ഓവർ ഇൻകാൻസെൻ്റ് ലാമ്പ്. നമ്മുടെ ഡിസ്ചാർജ് ലാമ്പിന് ഇൻകാൻസെൻ്റ് ലാമ്പിനേക്കാൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതേപോലെ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, റൈറ്റ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് LED ലാമ്പ് ഓവർ ഇൻകാൻസെൻ്റ് ലാമ്പ്. നമ്മുടെ ഇൻകാൻസെൻ്റ് ലാമ്പിനേക്കാളും നമ്മുടെ LED-ക്കും ഡിസ്ചാർജ് ലാമ്പിനും ഉള്ള അഡ്വാൻറ്റേജ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന ആൻസറിലെ പോയിൻറ്റ്സ് എന്താണ്, സെയിം ആണ്. നമുക്ക് എന്ത് എഴുതാം, നമ്മുടെ ഡിസ്ചാർജ് ലാമ്പ് ആണെങ്കിലും അതേപോലെ LED ആണെന്നുണ്ടെങ്കിലും ഇവിടെ രണ്ടിടത്തും എന്താണിടാ, ഫിലമെൻ്റ് ഇല്ല. ഫിലമെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ അവിടെ എന്താണ്, ദർ വിൽ ബി നോ ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അത് നമുക്ക് എഴുതാം. സോ ഫസ്റ്റ് പോയിൻ്റ് എന്താണ്, ഫിലമെൻ്റ് ഇല്ലാത്തതിനാൽ ഒരു ഊർജ്ജ നഷ്ടവും നമുക്ക് ഉണ്ടാകുന്നില്ല. നോ ലോസ് ഓഫ് എനർജി ഇൻ ദി ഫോം ഓഫ് ഹീറ്റ് ബിക്കോസ് ദർ ഈസ് നോ ഫിലമെൻറ്റ്. പിന്നെ നെക്സ്റ്റ് പോയിൻ്റ് എന്താണ്, ഇറ്റ് റിക്വയേഴ്സ് വെരി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് പവർ. എന്താണ്, ചെറിയ പവറിൻ്റെ ക്വാണ്ടിറ്റി എന്താണ്, നമുക്ക് സ്മോൾ ക്വാണ്ടിറ്റി മതി. ഊർജ്ജക്ഷമത എന്താണ്, കൂടുതലാണ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് റിക്വയേഴ്സ് വെരി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് പവർ. ഇനി നമുക്ക് LED-ൻ്റെ കേസിലും നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് ഡിസ്ചാർജ് ലാമ്പിൻ്റെ കേസിലും ഈ 2 പോയിൻറ്റ്സും നമുക്ക് എഴുതാൻ കഴിയും. ഇത് കൂടാതെ നമുക്ക് LED-ൻ്റെ കേസിൽ ഒരു പോയിൻറ്റും കൂടെ എക്സ്ട്രാ എഴുതാൻ കഴിയും. അതെന്താണെന്നറിയോ, നോട്ട് ഹാംഫുൾ ടു എൻവിറോൺമെൻറ്റ് സിൻസ് ദർ ഈസ് നോ മെർക്കുറി ഇൻ LED. നമ്മുടെ LED-യിൽ എന്താണിടാ, നമ്മൾ മെർക്കുറി ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ പരിസ്ഥിതിക്ക് എന്താണ്, ഒരിക്കലും ഒരു ഹാനികരമല്ല നമുക്ക് പറയാൻ കഴിയും അല്ലേ, ഹാംഫുൾ അല്ല എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരിക്കേണ്ടത്. നമ്മുടെ ഹീറ്റ്, അതിൻ്റെ ഫോർമുല, നമ്മുടെ കറൻറ്റ്, റെസിസ്റ്റൻസ്, ഇതിൻ്റെയൊക്കെ ഫോർമുല, റിസൾട്ടൻറ്റ് റെസിസ്റ്റൻസ് സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനിലും കാണാനുള്ളത്, നമ്മുടെ ഡിസ്ചാർജ് ലാമ്പ്, ഇൻകാൻസെൻ്റ് ലാമ്പ്, LED ലാമ്പ്, ഇതിൻ്റെയൊക്കെ ഒന്ന് LED-ൻ്റെയും അതുപോലെ തന്നെ ഡിസ്ചാർജ് ലാമ്പിൻ്റെയും ഇൻകാൻസെൻ്റ് ലാമ്പിൻ്റെ മുകളിലുള്ള ഇവരുടെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു. ഇവരിൽ ഏത് ഫിലമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. സോ ഐ ഹോപ്പ് these topics are clear for you. See you soon in the next session.